ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അവളുമായിട്ട് ഭയങ്കരം ഒന്നാമത് അടുത്തിരിക്കുന്നത്. എൻ്റെ മോനും അവളുമായിട്ട് ഭയങ്കരം ഫ്രണ്ടാണ്. മിനിങ്ങാന്ന് വിളിച്ചു, കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് AC വേണം, അത് വേണം, ഇതും വേണം എന്ന് പറഞ്ഞ് എൻ്റെ മോനോടാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു വീട് പോലെ എൻ്റെ അമ്മ മരിച്ചു പോയതോടുകൂടി എനിക്ക് അന്ന് മുതൽ സങ്കടം ഇവളാണ്. മകൾ എൻ്റെ അടുത്ത് വരികയും എല്ലാ കാര്യത്തിനും അവൾ എന്നെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ മനസ്സിലെ ഒരു എന്നോട് പറയാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമാണ്. അവൾ ഒന്ന് തുറന്ന് സംസാരിച്ചെങ്കിൽ ഈ ഗതി അവൾക്ക് വരികയില്ലായിരുന്നു. അവൾ അവിടുത്തെ ഒരു കാര്യങ്ങളും വേറെയുള്ളവരോട് പറയാറില്ല. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് വിഷമം വന്ന സംഭവം. ഇതിൽ കൂടുതൽ എനിക്ക് എന്നെ പറയാനറിയത്തില്ല. എനിക്ക് അവൾ ഏറ്റവും വലിയ മിടുക്കത്തിയായിരുന്നു. ഈ പടിഞ്ഞാറ്റിൻകര എന്ന് പറയും ഈ കരയിലെ ഏറ്റവും അവൾ ജിസ്മോൾ എന്ന് പറയുന്നത്. അവൾ ഒരു അഞ്ചാറ് പേരുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അവൾ ഈ വക്കീലായിട്ട് ഇങ്ങനെ പോയത് കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലാത്തത്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പുറംലോകം അറിയണം. പുറംലോകം ഇനിയെങ്കിലും ഇതുപോലൊരു കുഞ്ഞുങ്ങളെ രണ്ടിനെ ഇട്ടിട്ട് പോകുന്നതിന് അത്രയും വിഷമം അവരുടെ മനസ്സിലുണ്ട് തട്ടി. അതുപോലെ ആങ്ങളെ പറഞ്ഞ ഒരു ചാനലിൽ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിക്കുട്ടൻ വന്ന് ഞങ്ങൾ ഒരു വീട് പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഈ പടിഞ്ഞാറ്റിങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തത്. അവൾ എൻ്റെ പുള്ളിക്കാരനും മരിച്ചുപോയി. അതോടുകൂടി ഞങ്ങളായിരുന്നു അവൾക്ക് ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ജീവിതം. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അവളിങ്ങനെ പോയതുകൊണ്ട് എനിക്ക് കാണാൻ പോലും മേലാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് വാക്കുകൾ പറയാനില്ല. AC-യുടെ 3 ദിവസം മുമ്പല്ല, ഒരാഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. AC എൻ്റെ ഇവൻ പറയുന്നത് കേട്ടതേ ഉള്ളൂ. എനിക്ക് മോൻ ഇവിടെ ഉണ്ട്, മോൻ അറിയത്തില്ല. മോൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു. എൻ്റെ ഒരു പെങ്ങളാണ്, അഡ്വക്കേറ്റാണ്, അവൾക്കൊരു AC വേണമെന്ന് ഇവൾക്ക് അടുത്തുള്ളൊരു വീട്ടിൽ AC പറഞ്ഞു കൊടുത്തത് എൻ്റെ മോനാണ്. അപ്പം ഇവന് മുറിയുന്ന എന്നോട് അങ്ങനെ പറയാറില്ല. അപ്പം എനിക്ക് കേട്ടതാണ്, എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ കേട്ടതാണ് AC-യുടെ കാര്യം. അത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അന്നേവർ പോലും അവൾ ഒരു കാര്യങ്ങൾ പറയുന്നില്ലായിരുന്നു. പിന്നെ അന്ന് മരിച്ച അന്ന് ഇവർക്ക് എഴുതി കൊടുക്കാൻ സൈൻ ചെയ്യേണ്ട ദിവസമായിരുന്നു. ഏതാണ്ട് KSB-യിലാണ് എൻ്റെ മോൻ വർക്ക് ചെയ്യുന്നത്. അപ്പം വർക്ക് ചെയ്യാൻ മാനേജർ ആരാണ്ട് വിളിച്ചപ്പം അമ്മ പറഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം മോൻ പറഞ്ഞു എന്നാൽ അവൾ ബിസി ആയിരിക്കും, തിരിച്ച് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ. മോൻ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൻ എല്ലാ കാര്യവും അവനും അവളുമായിട്ട് ഷെയർ ചെയ്യുന്ന, ഒരാഴ്ച മുമ്പ് ഷെയർ ചെയ്യുന്ന. അവളൊന്ന് എറണാകുളത്തിന് പോകുമായിരുന്നു. അങ്ങനെ പറഞ്ഞു നീ ഇവിടെ സൈൻ ചെയ്ത് കൊടുത്ത് വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഇവൾ കോടതിയിൽ പോകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കാനും അങ്ങനെ ഉപകാരം ഉണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ഉപകാരം ഞങ്ങൾക്കുണ്ടായിരുന്നു അവളുണ്ടെങ്കിൽ. ഈ പടിഞ്ഞാറ്റിൽ തന്നെ 6 പേരുടെ ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവനുമായിട്ട് ഭയങ്കര ഇതാണ്. പാലായി KSB ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്നും ചെല്ലുന്നുണ്ട് ജിസ്മോളെ. അപ്പോൾ അവൾ ഒരു കാര്യത്തിനും അവർ എപ്പോഴും ആക്റ്റീവായിട്ട് സന്തോഷത്തിൽ നടക്കുവാന്നേ. ഇപ്പം ഉണ്ണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് 2 ദിവസം മുമ്പ് ഭയങ്കര അവർ സംഭവം നടന്നു കാണും. ഇല്ലെങ്കിൽ ഇവളും മരിക്കുകയെന്ന എൻ്റെ വിശ്വാസം മുഴുവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആർത്ത് അത്രയും ചങ്ങിന് വിഷമം വന്നുകൊണ്ടല്ലേ. ഷൈനിയുടെ വാർത്ത എന്ന് പറഞ്ഞാൽ ഷൈനി ഒത്തിരി 2 ഭയങ്കരമായിട്ട് സമ്മർദ്ദമുണ്ട്. അവൾ സഹിച്ച് ജീവിച്ചു. അവൾക്ക് ഒരു പൈസ അവളെ വളർത്താനുള്ള ഒരു ഹെൽപ്പില്ലാത്തതുകൊണ്ടാണ് എൻ്റെ രീതി കേട്ടിട്ട് അവൾക്ക് ഒരു സഹിക്കാൻ പറ്റിയല്ല, കൊച്ചുങ്ങളെ വളർത്തി കയറ്റാൻ പറ്റിയല്ലാത്ത അവസ്ഥയാണ്. അവർ സ്വന്തം വീട്ടുകാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. എന്നാൽ എൻ്റെ അറിവ് എനിക്കറിയത്തില്ലല്ലോ കൂടുതൽ. അപ്പം അവളെ സംബന്ധിച്ച് ഇവൾ പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് സംഭവം നടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടുകാർ ഇവിടെ നോക്കിയാനേ അവളെ. ചേച്ചി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചാണോ തീ വെച്ച് പൊള്ളിച്ചാണോ നടത്തില്ല. ഇവിടെ കാലിൻ്റെ തൊട വരെ ഇവിടെ ഉള്ളതുണ്ടോ അപ്പം ഇവർ പറയുന്നുണ്ട് എങ്ങനെയാണ്. അപ്പം അതാണ് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ഉണ്ണിക്കുട്ടനും അവൻ്റെ പപ്പായും ഭയങ്കര ഞങ്ങൾക്കാണ്. ഉണ്ണിക്കുട്ടൻ പപ്പ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളെ ഈ രീതിയിൽ പൊള്ളിച്ചപ്പം അവൾക്ക് അത് സഹിക്കാൻ പറ്റാതെ ആപ്പാണോ നമ്മൾ ഇതിലേക്ക് കടന്നതെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പപ്പായായിട്ട് ചാച്ചനുമായിട്ട് എപ്പോഴും അവൾക്ക് ഇഷ്ടമായിരുന്നു പിതാവേ. അപ്പം പിതാവ് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ അനിയൻ്റെ ഭാര്യ എന്നോട് ഇന്ന് പള്ളി വച്ചപ്പം പറഞ്ഞ് സങ്കടപ്പെട്ടത്. അവൾക്കത് ഷോക്കാണ്. ഇവർ 2 പേരും ഇല്ലെങ്കിലും അച്ഛന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചനും ചെറുക്കൻ്റെ അപ്പനാ പിതാവെന്ന് ഞാൻ പറഞ്ഞു. ചെറുക്കൻ്റെ അപ്പന് ഇവൾക്ക് കൂട്ടായിരുന്നു. ഇവിടെ വരിക. അന്നേരം ഇവൾ പറഞ്ഞു യോക്കയ്ക്ക് പോയി, അമ്മ യോക്കയ്ക്ക് പോയി. അങ്ങനെ വെല്ലപ്പള്ളി വിളിക്കുന്നു. അന്നേരം പറഞ്ഞു ചാച്ചന് ഇവിടെ കല്യാണത്തിനൊക്കെ വിടിയാണ്. കല്യാണത്തിന് വരുമ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുക്കണം ചാച്ചന്, അതുകൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞു. അല്ലാതെ കുറ്റപ്പെടുത്തി ഒരു ശബ്ദം അവിടെ വായിന്ന് കേട്ടിട്ടില്ല. അതെല്ലാം ഇവിടെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത്.
എന്നോടൊക്കെ ഇത്രയും കൂട്ടമായിരുന്നേ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരികയും ഇവിടെ 2 പ്രാവശ്യം വീട്ടിൽ വരികയും ചെയ്യുമ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയും. കൂട്ടുകാരി വിളിക്കാറുണ്ടായിരുന്നു? അങ്ങനെ വിളിക്കാറെന്ന് പറഞ്ഞാൽ അവള് ഞാൻ KSF-ൽ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ലീഗൽ ചെയ്യുന്ന ഇവളായിരുന്നു. കഴിഞ്ഞ ദിവസം 1-2 പ്രോപ്പർട്ടിയുടെ ലീഗൽ ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. ആ സമയത്ത് ഞാൻ മേടിക്കാനും പോയി. അവൾ നമ്മളോട് സാധാരണ എങ്ങനെയാണോ അങ്ങനെ രീതിയിൽ ചിരിച്ച് കളിച്ച് അങ്ങനെ സംസാരിച്ച് പോയെന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നോ ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അങ്ങനെ അല്ല, അവളുടെ ചേച്ചിയും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അവള് എന്നേക്കാൾ 1 വയസ്സാണ്. അപ്പം ഞങ്ങൾ പണ്ട് തൊട്ടേ ഒരു ചേച്ചി വിളിക്കാറുണ്ടോ? ഫോൺ വിളിക്കാറുണ്ടോ? അവള് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചേച്ചിയാണെങ്കിൽ അനിയത്തിയുടെ കാര്യങ്ങളെന്ന് പറയാറുണ്ടോ? അങ്ങനെ അവർ തമ്മിൽ ഞങ്ങളങ്ങനെ അങ്ങനത്തെ ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ പുറമേ ആർക്കും അറിയത്തില്ല. ആദ്യമൊക്കെ ചെറിയ ഇങ്ങനെ അമ്മായിമ്മയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതങ്ങോട്ട് പിന്നെ കുഴപ്പമില്ലാതെ എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ ചെറിയ പ്രശ്നങ്ങൾ. ക്ലിയറായി പോയെന്നാണ് നമ്മൾ ഓർത്തത്. നമുക്കും അവളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അവൾക്ക് അവിടെ പാടാണ് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുമില്ല, ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് അവൾ പോകുന്നതെന്ന് അവള് പുറമെ വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഇല്ല. നമുക്കിപ്പം അവിടെ പോയി ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയി ആണ് നമ്മുടെ 1-2 ഡോക്യുമെന്റ് റെഡിയാക്കാനും ഇതിനൊക്കെ ആയിട്ട് KSF-യുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു. എവിടെ പോയത്? അവളുടെ ഓഫീസിൽ പാലായിലെ ഓഫീസിൽ കൊട്ടാരമറ്റത്ത് പോയി. അപ്പോഴൊന്നും അവൾ അത്രയും നമ്മളോട് അങ്ങനെ ഒരു സങ്കട രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് അവൾ അത്രയും ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പം നമ്മൾ ഒരാൾ പറഞ്ഞാലും അവളങ്ങനെ തളർന്നു കയറി ഇങ്ങനെ ഒരു ഇത് ചെയ്യും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയല്ല. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടായിരുന്നു? കോപിക്കുന്ന സ്വഭാവം അങ്ങനെ കോപമായിട്ടൊന്നുമില്ല അവള്. പക്ഷേ ഇപ്പം അവളോട് ആവശ്യമില്ലാതെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഒരു നല്ല സ്ട്രോങ് ആയിട്ട് അല്ലാതെ തളർന്നു പോകുന്ന അങ്ങനെ ഒരു ആളല്ല. പക്ഷെ അത്രയും മാത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തുമില്ല. ഈ AC-യുടെ കാര്യം പറഞ്ഞു കൂടെ സംസാരിച്ചു. AC ആരാ പിടിപ്പിക്കുന്നവരാ? AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. AC ഇപ്പം ഞാനിപ്പം നമ്മുടെ മമ്മിയുടെ കൂട്ടുകാരത്തിൻ്റെ ആയാലും അവിടെ ഒരു AC ചെയ്തു പറഞ്ഞായിരുന്നു ഒരു പുള്ളിയുടെ. അപ്പോൾ അവളിങ്ങനെ പാലായി അന്വേഷിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും റേറ്റ് കുറച്ച് ചെയ്യാവുന്ന ഒരു പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുള്ളത്. അത് ആ കഴിഞ്ഞ ആഴ്ച. അതല്ലേ ഈ AC പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വല്ല തർക്കവും വീട്ടിൽ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും എനിക്കറിയത്തില്ല. ഭർത്താവുമായിട്ട് സംശയിക്കേണ്ടതായിട്ട് കാരണം അങ്ങനെ വല്ല കാര്യങ്ങളിലേക്കാണ്. അല്ല, അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അവൾ എന്നോട് പറഞ്ഞു സോറി ഇതിലെ അത് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പം ഹസ്ബൻഡ് അങ്ങനെ അവൻ്റെ കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ ഇവിടെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇത് കാരണം ചിലവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ അവർ ഒപ്പീനിയൻ ചോദിച്ചിരുന്നു ഈഗോ ക്ലാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് അപ്പോൾ ഓക്കെ ഞാനപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ നല്ല കാര്യം. അവനും ഇവിടെ കാരദാസി വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പോൾ അവൻ അതിനേക്കാളും റേറ്റ് കുറച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ആ ഇത് കിട്ടും. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷനോ അല്ലെങ്കിൽ അതോ ആയിട്ടല്ല. അവള് എൻ്റെ ഒരു പെങ്ങളെ പോലെയാണ്. തൊട്ടയലോക്കം തന്നെയാണ്. ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പപ്പായാണ് അവളെയും ഈ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞവനെയും എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒത്തിരിയാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. പപ്പായായിട്ടും പുള്ളിയായിട്ടും അത്രയും സഹോദര തുല്യമായിരുന്നു. അങ്ങനത്തെ ഒരു അറിഞ്ഞെന്ന് മാത്രം. വളരെയധികം പ്രഹരങ്ങളെ ഏൽപ്പിച്ചു, മുഖത്തിനിട്ട് ഇടിച്ചു, പിന്നെ അതുകൂടാതെ നേരത്തെ വെള്ളം കോരി വെച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഇപ്പം തോമാച്ചേട്ടൻ ഇതിൽ പറഞ്ഞ് കണ്ടപ്പോഴാണ് നമ്മൾ രാവിലെ മുതൽ ഒരു ചാനലിൽ കൂടെയും അവർക്ക് ഏറ്റ പ്രകടനത്തെക്കുറിച്ചൊന്നും ഇല്ലായിരുന്നു. ഇസ്മോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെയധികം ഇവിടെ നല്ല യങ്ങായിട്ട് നല്ല മിടുക്കിയായിട്ട് എന്ത് കാര്യത്തിനും വളരെ സപ്പോർട്ടീവായിട്ട് നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ വളരെ ഉപകാരിയായിട്ടൊരു പെൺകൊച്ചായിരുന്നല്ലേ ചേട്ടാ? അതെ, തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ നമ്മളെ പല കാര്യങ്ങൾക്കും കോടതി സംബന്ധമായിട്ടുള്ള നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഇതുപോലും അവളോട് സംസാരിച്ചിട്ടാണ് അവളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ച് നമ്മൾ പല കാര്യങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഒരു സംഭവം ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഈ മോളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു കൊച്ച്, അതായത് പെങ്ങളുടെ സഹോദരിയുടെ മോള് പുറത്തുനിന്ന് സഹോദരിയുടെ പിള്ളേർ പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊല്ലാനുള്ള ശ്രമങ്ങൾ ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം. നമുക്ക് അവള് എന്നോട് ഇന്ന് പറഞ്ഞത് അതും അപ്പൻ്റെ അനിയൻ്റെ മകൾ പറഞ്ഞത് പിന്നെ പപ്പായുമായിട്ടായിരുന്നു, അവരുടെ അച്ഛനുമായിട്ട് ഭയങ്കര കോൺടാക്റ്റായിരുന്നു. പിതാവ് വൈകുന്നേരം ഭയങ്കര വഴക്ക് കൂടി അതിൻ്റെ വിഷമം അവൾക്ക് ശരിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പീഡനത്തിന് ഒത്തിരി അമ്മായിപ്പൻ
അമ്മായിപ്പനെ ഇവൾക്ക് ഇഷ്ടമായിരുന്നു, ഇവൾക്ക് അവളെ അമ്മായിപ്പനെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് അറിവുണ്ട്. അപ്പോൾ സിനി എന്ന് പള്ളി കഴിഞ്ഞ് വന്നപ്പം സിനി എന്നോട് പറഞ്ഞത് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു അവൾ ഒത്തിരി സഹിച്ചു, ഒത്തിരി പീഡനം സഹിച്ചു, അല്ലെങ്കിൽ അവളിങ്ങനെ ചെയ്യുകയല്ലെന്ന് പറഞ്ഞു. പിന്നെ പിതാവും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു, പിതാവും വഴക്ക് പറഞ്ഞെന്ന്. അപ്പം അതും ഭയങ്കര ഒരു വിഷമം അവൾക്ക് വന്നെന്നാണ് പറഞ്ഞു. അത്രയും അവൾ എന്നോട് പറഞ്ഞു. പിതാവ് ഇപ്പോൾ നാട്ടിലില്ലല്ലേ? അല്ല അമ്മായിപ്പനുണ്ട്. അമ്മായിപ്പനുണ്ട്, അപ്പോൾ പിതാവ് വീട്ടിലുണ്ടല്ലോ. വീട്ടിലിപ്പോൾ വീട് പൂട്ടിയിട്ടു, വീട് സീൽ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് പോലീസുകാർ സീൽ ചെയ്തെന്നാണ് ഇങ്ങനെ. ഇപ്പോൾ അമ്മാവൻ്റെ അടുത്തേക്കാണ്ട് പോയിന്ന്, വീട് അമ്മാവൻ്റെ അടുത്തേക്കാണ്ട് അവരെല്ലാവരും അവിടുന്ന് മാറുന്നുണ്ടോ? അതല്ലേ വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ വളരെ അധികം വിഷമങ്ങളല്ലേ ഇത്. ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അത് ഒരു രീതിയിലും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ലെന്ന കാരണം വരെ ഒത്തിരി വിഷമങ്ങൾ സഹിച്ച കാരണമാണല്ലോ അത്. പിന്നെ പുള്ളിക്കാരി വാർഡ് പ്രസിഡന്റും എല്ലാം ആയിരുന്നല്ലോ, മുത്തോലി പ്രസിഡന്റും ഒക്കെ അല്ലാഞ്ഞോ. എല്ലാവർക്കും ഒരു വർഷം സേവനം അനുഷ്ഠിച്ചാലെങ്കിൽ 5 വർഷം ജോലി ചെയ്യുന്ന അവളെ കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ ലക്ഷത്തിലുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രവർത്തനത്തിന് പോയതാ, അവിടെ കൂടെ ഞാൻ പോയതാ. എനിക്ക് അതുകൊണ്ട് അവള് രാഷ്ട്രീയം നോക്കാതെ ജോലി ചെയ്തെന്നാണ് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെ നാടിന് ഉപകാരമായിട്ട് തന്നെ. അതങ്ങനെയാ. അതാണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങാം. പ്രിയരെ നമ്മളെ പ്രിയരെ ഇത്രയും കാര്യം ഇവിടെ പേരിങ്ങനെ സിജിൻ്റെ വീട്ടിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ വാർത്തകളുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഹാർഡ് ഫാർമർ എന്ന ചാനലിൽ വാർത്തകൾ എവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ എന്താണെങ്കിലും അടിവേര് നമ്മൾ കൃത്യമായിട്ട് മാന്തി എടുക്കുക ചെയ്യാനൊരു മാറ്റമില്ല. എന്താണെങ്കിലും ഇതിൻ്റെ സത്യസന്ധമായ വാർത്തകളിലേക്ക് നമ്മൾ ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ പോയിരിക്കും. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.